എത്ര കുടുംബങ്ങളെ, എത്ര സ്വകാര്യ ജീവിതങ്ങളെ, എത്രയോ പേരുടെ മനസ്സിനെ വല്ലാതെ തകർത്തിട്ട് ഭയത്തിലേക്കും ആകുലതകളിലേക്കും നിരാശയിലേക്കും ഒക്കെ തകർക്കുകയൊക്കെ ചെയ്തിട്ട് പ്രത്യാശ അങ്ങോട്ട് തകർത്ത് കളയും, പ്രത്യാശ എടുത്തു കളയും. അനേകരുടെ പ്രശ്നമാണ് പ്രത്യാശയില്ല. ഒരു രോഗം മതി പ്രത്യാശ പോകാൻ, ചെറിയൊരു സഹനം മതി പ്രത്യാശ നഷ്ടപ്പെടാൻ, ചെറിയൊരു സങ്കടം മതി പ്രത്യാശ മുഴുവൻ പോകാൻ. ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലേ, പിന്നെ ഡിസ്റ്റർബ്ഡ് ആണ്, പ്രതീക്ഷയില്ല, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. ഹല്ലേലൂയ. ഈ അനുഭവങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ വചനം പറയണം. ഞാൻ ഒരിക്കലും ഇവിടെ പ്രസംഗിച്ചാൽ നിങ്ങൾ ഓർക്കുന്നില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം. അങ്ങനെ ഒരു ഗുണമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രവാചകൻ പറഞ്ഞാൽ പ്രവാചകൻ അസ്ഥികളെ നോക്കി പ്രവചിച്ചു. പ്രവാചകൻ അസ്ഥികളെ നോക്കി പ്രവചിച്ചു. പ്രവചിച്ചപ്പോൾ എന്നറിയാവോ? അസ്ഥികൾക്ക് ജീവനുണ്ടായി. വെറുതെ വാരിക്കൂട്ടിയിരിക്കുന്ന അസ്ഥി അവിടെ കിടക്കുന്നത് നിങ്ങൾ എങ്ങനെ കൂട്ടി വെച്ചാൽ അതിന് ജീവനുണ്ടാവും? ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ ഉണ്ടാകുന്ന സാധ്യത. അതിന് എന്നാ നമ്മളൊരു കല്ലറയിൽ പോയി 4-5 വർഷം മുമ്പ് മരിച്ച ഒരാളുടെ കല്ലറ തുറന്ന് മറ്റൊരാൾ അടക്കാൻ വേണ്ടി നോക്കിയാൽ കുറേ അസ്ഥികൾ കിടക്കുന്നു. അത് വാരിക്കൂട്ടി കളഞ്ഞിട്ട് നമ്മൾ അടുത്ത ആളെ അതിനകത്ത് വയ്ക്കും. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്നത് പോലുമല്ല ഈ അസ്ഥികൾക്ക് ഇനി ജീവൻ വയ്ക്കൂന്ന്. അങ്ങനെ കിടന്ന അസ്ഥികളെ നോക്കിയിട്ട് പ്രവാചകൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, ജീവനുണ്ടാകട്ടെ എന്ന്. അസ്ഥികൾ ഇങ്ങനെ ഒരുമിച്ചുകൂടി അസ്ഥികൾക്ക് മാംസം വന്നു, അസ്ഥികൾ ജീവനുള്ളവയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതുപോലെ അസ്ഥിഭഞ്ജനമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ പോകും. ഇപ്പം എന്താ ചെയ്യണമെന്നറിയാവോ? കർത്താവിൻ്റെ വചനം പറഞ്ഞ് നാം നമ്മോട് പ്രവചിക്കണം, ജീവനുണ്ടാകണ്ടേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ 10:10 യോഹന്നാൻ ശ്ലീഹ പറഞ്ഞില്ലേ, അവൻ വന്നിരിക്കുന്നത് പോരാ, ജീവനില്ല, പറയുന്നവർക്ക് ജീവനില്ല. അവൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ്, ഈശോ വന്നത് നിനക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും, എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല. അതുകൂടി ഒന്ന് പറഞ്ഞേര്. എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല, ജീവനുണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവൻ്റെ സമൃദ്ധിയെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വൈകാരിക മനുഷ്യനെ, നമ്മുടെ ആത്മീയ ജീവിതം, വൈകാരിക ജീവിതം, ശരീരത്തിൽ ഈ ജീവിതത്തെയൊക്കെ വല്ലാതെ ഞെരുക്കുമ്പോൾ, തകർക്കുമ്പോൾ, അസ്വസ്ഥപ്പെടുമ്പോഴൊക്കെ ഈ വചനം നമ്മൾ ഏറ്റു പറഞ്ഞാൽ, എന്നോട് പറയുവാണ്, കർത്താവേ നീ വന്നത് എനിക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണല്ലോ. ഇപ്പം ഞാൻ ആയിരിക്കുന്നത് ശോഷിച്ച അവസ്ഥയിലാണ്, എല്ലും തോലുമായിട്ടിരിക്കുക. എൻ്റെ ജീവനെ ഒന്നുമില്ല ഇപ്പോൾ, മജ്ജ മാംസമൊന്നുമില്ല, എല്ല് മാത്രമായി. ഇപ്പോൾ എല്ലാം തീർന്ന് വെറുതെ എല്ല് മാത്രമായി. ഹല്ലേലൂയ. ഈ അസ്ഥികളെ നോക്കിയിട്ട്, അസ്ഥികളെ നോക്കി നമ്മൾ പ്രവചിക്കണം. കുടുംബത്തിൽ ഏതവസ്ഥയാണോ ഇതുപോലെ ജീവനില്ലാതെ കിടക്കുന്നത്,